ഇന്ന് നല്ലൊരു 4 മണി പലഹാരമാണ്. ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് മുട്ടയോ ചിക്കനോ ഒന്നും ചേർക്കാത്ത വെജ് റോൾ റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി തന്നെ നന്നായിട്ട് വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്ന് പറയുന്നത്, തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കരുത്. തൊലിയോടുകൂടി തന്നെ വേവിക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ അതേ വെള്ളത്തിൽ തന്നെ ആറാൻ വേണ്ടി വെക്കരുത്. വെന്ത ഉടനെ തന്നെ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് 1-2 കഷ്ണങ്ങളാക്കി, അതായത് പീസാക്കിയിട്ട് വേവിച്ച് എടുക്കരുത്. ഇനി അത് ഉടച്ചെടുക്കണം. ഒരു തരി കട്ട പോലും ഇല്ലാതെ നന്നായിട്ടിത് ഉടച്ചെടുക്കണം. ഇനി ഇത് ചേർക്കേണ്ട 1/2 കപ്പോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർക്കുക. ഇനി ക്യാരറ്റ് എടുത്തതിൻ്റെ പകുതിയായിട്ട് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. അതും ചെറുതായിട്ട് തന്നെ കൊത്തിയരിഞ്ഞ് ചേർക്കണം. ഇനി 1 സ്പൂൺ ഇഞ്ചി, അതും പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കുക. ഇനി 2 പച്ചമുളകാണ്, അതും പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി 1 സവാള എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. ചോപ്പറിലില്ലെങ്കിലും വളരെ ചെറുതായിട്ട് തന്നെ കൊത്തി അരിഞ്ഞെടുക്കുക. അങ്ങനെ ചേർക്കരുത്. ഞാൻ ഇത് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇതാ പിഴിഞ്ഞെടുത്തോണ്ട് വരാം. ഇത് പിഴിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ സവാള ഉപ്പുമായിട്ട് ചേരുമ്പോഴത്തേനും അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഈ പൊട്ടറ്റോ മിശ്രിതം ലൂസായി പോകും. ഇനി ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കുറച്ച് ചേർക്കാം. മല്ലിയില തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി എരിവിനനുസരിച്ച് 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്ന ഒറിഗാനോ ആണ്. 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒറിഗാനോയ്ക്ക് പകരമായിട്ട് ചേർക്കാവുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ചേർത്ത് വീട്ടിലെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. എനിക്കിതിൽ ഗരം മസാല പൊടി ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടി ഒറിഗാനോ ആണ് ചേർത്തത്. ഇത് രണ്ടിലേതാണെന്നോ നിങ്ങൾക്കിഷ്ടം അത് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് 1 തവി റവ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊടിച്ചെടുക്കുക. എത്രയും പൊടിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതുകൂടി ചേർക്കുക. ഇപ്പം ഞാനൊരു 2 സ്പൂൺ റവയാണ് ചേർക്കുന്നത്. റവയ്ക്ക് പകരമായിട്ട് ഇതുപോലെ 2 സ്പൂൺ മൈദ ചേർക്കാം. ഇല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രമായിട്ടും ചേർക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ മൊത്തമായിട്ട് കോൺഫ്ലോർ ചേർക്കാം, അല്ലെങ്കിൽ പകുതി പകുതി മൈദയും കോൺഫ്ലോറുമായിട്ടും ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ടൈറ്റ് ആകണമെന്നുണ്ടെങ്കിൽ മാത്രം റവ ചേർക്കുക, അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാവുന്നതാണ്. പിന്നെ പൊടി അങ്ങ് ഒരുപാട് കൂടുതൽ ചേർത്താൽ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് കുറയ്ക്കും. അപ്പോൾ മാക്സിമം നമ്മൾ പൊടി കുറച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ ഒട്ടി നല്ലവണ്ണം ടൈറ്റായിട്ട് കിട്ടുകയും വേണം. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം വെള്ളത്തിലിട്ട് വെക്കരുതെന്ന് പറഞ്ഞത്. അതുപോലെ സവാളയൊക്കെ പിഴിഞ്ഞെടുത്തത് അതുകൊണ്ടാണ്, വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കൂടി ടൈറ്റ് ആകാമെന്ന് തോന്നി. ഞാനിവിടെ 1 സ്പൂൺ റവയോടെ ചേർക്കുന്നുണ്ട്. ഇത്രയും മതിയാകും. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കളറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യമേ വേണമെങ്കിൽ സവാള ചേർത്ത സമയത്തായാലും മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇത് കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിളക്കി വയ്ക്കുക. ഇനി ഒരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഒരു കുഴിവുള്ള പാത്രത്തിലോട്ട് മാറ്റി നിരത്തി വയ്ക്കാം. വീണ്ടും കുഴിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. ഒരു 3-4 സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക.
ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് കട്ടിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ദാ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിക്കാവൂ. മൈദ പോലെയല്ല കോൺഫ്ലവർ. ഇനി ആ ഉരുളക്കിഴങ്ങ് മിശ്രിതം കുറേശ്ശെയായിട്ട് ഉരുട്ടി വയ്ക്കാം. ദാ ഇതുപോലെ നീളത്തിലാണ് ഉരുട്ടേണ്ടത്. എല്ലാം ഒരേ അളവിലെടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു തവി ഫില്ല് ചെയ്ത് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാം ഞാൻ റഫായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ആ കോൺഫ്ലവർ ഡിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് പിടിച്ച് വെച്ചിട്ട് വേണം മുക്കിയെടുക്കാനായിട്ട്. ആ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്നും വെക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി പിടിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം. മാവ് അങ്ങനെ ഇരിക്കും തോറും അതിനകത്ത് അല്പാൽപ്പമായിട്ട് നനവ് വരാനായിട്ട് തുടങ്ങും. ഇനി ഇതാ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് നല്ല ഷേപ്പാക്കി എടുത്തതിന് ശേഷം കോൺഫ്ലവറിനകത്ത് ഉരുട്ടിയെടുക്കാം. ഇതാ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ആ പാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി. പെട്ടെന്ന് അത് കോട്ടിങ് ആയിക്കോളും. ഇനി ആ ബ്രെഡ് പൊടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം പെട്ടെന്നൊന്ന് റഫായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലോട്ട് ഇടുന്നതിന് തൊട്ടുമ്പായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് പിടിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇത് വറുത്തെടുക്കുന്ന സമയത്തും ഒരല്പം കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അതോടെ പറയാം. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഓരോന്നായിട്ട് പെറുക്കിയിടുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിനകത്താണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും ഒരേ ചൂടിൽ തന്നെ മൊത്തത്തിലിത് മുരിച്ചെടുക്കണം. കൂട്ടിയും കുറച്ചുമായിട്ട് വെക്കരുത്. ഇതിപ്പോൾ സാധാരണ ഒരു കടായിക്കകത്താണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം പെറുക്കിയിടുക. അതുപോലെ ഒരേ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫുൾ ടൈം ഇട്ട് മുരിച്ചെടുക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് പാനിനകത്താണെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് മുരിഞ്ഞ് വരത്തില്ല, കുറേ സമയം എടുക്കും മുരിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഭയങ്കരമായിട്ട് ചൂട് കയറിയിട്ട് പൊട്ടി വെളി വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേസമയം നമ്മുടെ സാധാ കടായിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല. ഈ രണ്ട് കടായിലും വെക്കുന്നതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തന്നാണ്. ഇതിപ്പോൾ സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ മുറിച്ചെടുക്കുന്ന ആ ഒരളവിൽ മുറിച്ചെടുക്കുക. അവസാനം വരെ ഒരേ തീയിൽ തന്നെ വയ്ക്കുക. ഞാനിവിടെ 20-21 എണ്ണോളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഉരുട്ടാൻ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് എണ്ണത്തിൽ മാറ്റം ഉണ്ടാകാം. എല്ലാം ഒന്ന് പാകത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറന്നുപോലെ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.